സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. പവന് 240 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,19,040 രൂപയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കൂടിയതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. നിലവിൽ വരും ദിവസങ്ങളിലും വില കൂടിയേക്കുമെന്ന സൂചനയാണ് സ്വർണ്ണ വ്യാപാരികൾ നൽകുന്നത്. സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം. ഇന്ന് 240 രൂപയുടെ വർധനവാണ് ഒരു പവന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,19,040 രൂപയിലേക്കും എത്തി. ഗ്രാമിന് 30 രൂപയാണ് കൂടിയിരിക്കുന്നത്. 14,880 രൂപയിലാണ് ഇന്ന് വ്യാപാരം. കഴിഞ്ഞ ദിവസം രാവിലെ വിലയിൽ 10,200 രൂപയുടെ ഞെട്ടിക്കുന്ന വർധനവാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം 5,000-ലേറെ രൂപയുടെ ഇടിവും രേഖപ്പെടുത്തി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 12,775 രൂപയിലും പവന് 200 രൂപ കൂടി 97,400 രൂപയിലുമാണ് വിൽപ്പന. ആഗോളതലത്തിൽ സ്വർണ്ണവില ഔൺസിന് $4,685 എന്ന നിരക്കിലേക്ക് താഴ്ന്നുവെങ്കിലും ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ വില ഉയരാൻ പ്രധാന കാരണം കേന്ദ്ര സർക്കാർ അടുത്തിടെ വരുത്തിയ ഇറക്കുമതി തീരുവ വർധനവ് തന്നെയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6% നിന്ന് 15% കുത്തനെ ഉയർത്തിയത് പ്രാദേശിക വിപണിയിൽ വില കൂടാനും ഇടയാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ വരാനിരിക്കുന്ന വിവാഹ സീസണും ഉത്സവങ്ങളും സ്വർണത്തിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് സൃഷ്ടിക്കുമെന്നുറപ്പാണ്. അന്താരാഷ്ട്ര തലത്തിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങളും ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷ സാഹചര്യവും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇറക്കുമതി തീരുവയിലെ വർധനവ് സ്വർണത്തിന്റെ ലാൻഡഡ് കോസ്റ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് വരും ദിവസങ്ങളിലും വില കുത്തനെ ഉയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ പറയുന്നത്. സാധാരണക്കാരായ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഈ വിലക്കയറ്റം വലിയ ആശങ്കയാണ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത്. മാത്രമല്ല ഉടൻ തന്നെ സ്വർണ്ണവില വലിയ ഇടിവിലേക്ക് പോകുമെന്ന പ്രതീക്ഷ വേണ്ടെന്നും വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ആയതിനാൽ തന്നെ അത്യാവശ്യമില്ലാതെ സ്വർണം വാങ്ങുന്നത് അടുത്തൊരു വർഷത്തേക്ക് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചതും ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. ഇന്ത്യ സ്വന്തമായി സ്വർണം ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വൻതോതിൽ ഡോളർ നൽകി സ്വർണം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം സ്വർണം ഇറക്കുമതിക്കായി ഇന്ത്യ റെക്കോർഡ് തുകയാണ് ചെലവഴിച്ചിരിക്കുന്നത്. എന്തായാലും സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയാണ് ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് കാരണം. ഇവയുടെ ഇറക്കുമതിക്കായി രാജ്യത്തിന് കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർണ്ണ ലഭ്യതയിൽ കുറവ് വരുന്നതോടെ വരും ദിവസങ്ങളിലും വില കൂടിയേക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം സ്വർണ്ണത്തെ ഒരു നിക്ഷേപമായി കാണുന്നവർ മറ്റ് നിക്ഷേപ മാർഗങ്ങളിലേക്ക് മാറാനാണ് നിലവിലെ സാഹചര്യം. ഇത്രയും ഉയർന്ന വിലയ്ക്ക് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് റിസ്ക് ആണെന്നതാണ് അതിനുള്ള കാരണം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് ശേഷം ഇറക്കുമതി തീരുവ എടുത്തുമാറ്റിയാൽ വലിയ തോതിൽ വിലയിടിയും. നിലവിലെ വിലവർധന സ്വർണം വിറ്റ് പണമാക്കി മാറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർക്ക് ഗുണകരമാണ്. ഇന്ത്യക്കാരുടെ കയ്യിലുള്ള സ്വർണം കൂടുതലായി വിപണിയിലേക്ക് ഇറങ്ങാൻ വിലവർധന കാരണമായേക്കുമെന്ന വിലയിരുത്തലും ഇപ്പോൾ വിപണിയിലുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.